പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിഷ യോഗങ്ങളെക്കുറിച്ചാണ്. ധാരാളം പ്രധാന യോഗങ്ങളെപ്പറ്റി നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് ദിഗ്രഹ യോഗങ്ങളാണ്. ഞാൻ സൂര്യൻ ചൊവ്വയുമായും അപ്രകാരം ബുധനുമായി ചേർന്ന് നിന്നാലും ഉണ്ടാകുന്ന യോഗങ്ങളെപ്പറ്റി ചർച്ച ചെയ്തു. ഇനി സൂര്യനും ചന്ദ്രനും കൂടി ഒന്നിച്ച് നിന്നാൽ ഒരു പ്രത്യേക ദിഗ്രഹ യോഗമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, സൂര്യൻ ചന്ദ്രനോട് കൂടെ നിൽക്കുമ്പോൾ അത് മിക്കവാറും അമാവാസിയോട് അടുപ്പിച്ചുള്ള ദിനമായിരിക്കും. ജ്യോതിഷ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, സൂര്യനും ചന്ദ്രനും ഒരു രാശിയിൽ വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഒന്നുകിൽ ചതുർദശി, അല്ലെങ്കിൽ അമാവാസി, അല്ലെങ്കിൽ പ്രതിപദം, പ്രഥമ തിഥി, ഇങ്ങനെയായിരിക്കും. മറിച്ച് സൂര്യൻ്റെ 7ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അറിയണം, അത് പൗർണമിയുടെ ആരംഭമാണ്, അത് പൗർണമി തിഥിയായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് ജ്യോതിഷത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഒരു വ്യക്തി ജനിച്ച സമയം ജാതകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സൂര്യനും ലഗ്നവും തമ്മിലുള്ള അകൽച്ച, അടുപ്പം നോക്കിക്കൊണ്ട് ആ കുട്ടി ജനിച്ചത് ഇന്ന സമയത്താണ്, ആ ജാതകകർത്താവിൻ്റെ ജനനം ഇന്ന സമയത്താണെന്ന് നമുക്ക് വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അംശകത്തിൻ്റെ ബലമുണ്ടെങ്കിൽ ഏകദേശം സമയം പോലും ജ്യോതിഷിക്ക് പറയാൻ പറ്റുന്നതാണ്. ഇവിടെ ദിഗ്രഹ യോഗത്തിൽ സൂര്യനും ചന്ദ്രനും തമ്മിലുള്ള യോഗം, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങേയറ്റം ഉഷ്ണഗ്രഹമായ സൂര്യൻ ജലഗ്രഹമായ ചന്ദ്രനോട് കൂടെ നിൽക്കുമ്പോൾ ആ യോഗം തന്നെ മാറി. തിഗ്മാംശുർ ജനയത്യുഷേഷ സഹിതം യന്ത്രാശ്മകാരം നരം. ഉഷേഷ സഹിതം ചന്ദ്രനോട് കൂടെ നിൽക്കുന്ന സൂര്യൻ തിഗ്മാംശുഹു ഒരു വ്യക്തിയെ ദിഗ്രഹ യോഗത്തിൽ എങ്ങനെയുള്ള ആളാക്കുന്നു? യന്ത്ര അശ്മകാരം, യന്ത്രകാരം, യന്ത്രം കൊണ്ട് ജീവിക്കുന്ന, അപ്രകാരം കല്ലുകൊണ്ട് കൺസ്ട്രക്ഷൻ, നിർമ്മാണവുമായി ബന്ധപ്പെടുന്ന പ്രവൃത്തികൾ കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയായി മാറ്റുന്നു എന്നാണ് പറയുന്നത്. ഒരു വളരെ ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെയധികം കോംപ്ലിക്കേഷൻ തോന്നാം. അങ്ങേറ്റം ഉഷ്ണഗ്രഹമാണ് സൂര്യൻ, ചന്ദ്രനാണെങ്കിൽ ജലഗ്രഹമാണ്. പക്ഷേ ഇവരുടെ പ്രത്യേക യോഗം ചെയ്യുമ്പോൾ അവിടെ ചന്ദ്രന് പ്രസക്തിയില്ലാതെയാകുന്നു. കാരണം കല്ലുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ യന്ത്രവുമായി ബന്ധപ്പെടുന്ന ഒരു കാരകത്വവും ആർക്കില്ല? ചന്ദ്രനില്ല. അതാണ് ദുർബലനായ ചന്ദ്രനാകുമ്പോൾ ആ ചന്ദ്രൻ്റെ ജലാംശത്തെ മുഴുവനും സൂര്യൻ എന്ത് ചെയ്യുന്നു? ഇങ്ങ് സ്വായത്തമാക്കുകയാണ്. അതുകൊണ്ടാണ് യന്ത്ര അശ്മകാരം നരം, യന്ത്രകാരം, യന്ത്രങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന, കല്ലുകളെ കൊണ്ട് ജീവിക്കുന്ന, ഉപജീവനം കഴിക്കുന്ന വ്യക്തിയായി മാറ്റുന്നു എന്ന് അർത്ഥം. നല്ല ഒരു ശില്പിയാകാൻ ഈ യോഗം നന്നായി വരുന്നതാണ്. പ്രത്യേകിച്ച് ശനിക്ഷേത്രത്തിലാണെങ്കിലോ കുജക്ഷേത്രത്തിലാണോ ഈ യോഗമെങ്കിൽ നല്ല ഇൻഡസ്ട്രിയൽ ലൈനിൽ ശോഭിക്കാനുള്ള വലിയൊരു അവസരം ആ വ്യക്തിക്ക് കൈവരുത്തുന്നതാണ്. ഏതായാലും ഈ ദിഗ്രഹയോഗം നിങ്ങൾ ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. നമസ്തേ.